ഗുഡ് ആഫ്റ്റർനൂൺ കുട്ടികളെ. അപ്പോൾ നമുക്ക് ബാക്കി ദ ക്രോ ആൻഡ് ദ ഡിയറിൻ്റെ ബാക്കി സെക്ഷൻസ് നോക്കാം. ഇനി 3 സെക്ഷനും കൂടിയുള്ളത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു പോകാം നമുക്ക്. ഓക്കെ, ഇനിയുള്ളത് ചെറിയ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് കഥ എന്താണെന്ന് മനസ്സിലായി. വൾച്ചറിൻ്റെയും ഇതേപോലെ തന്നെ ക്യാറ്റിൻ്റെയും കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതിന് ബാക്കി നോക്കാം. സെക്ഷൻ 4. That's why I warned you of friendship with a person of unfamiliar family and character. Subhuti concludes his story. Hearing this, the jackal said angrily, even your family and character were not known to the deer on the very first day you met him. Then how does it come that your friendship with him develops deep day by day? Besides, where there is no scholar, even less learned is praised. As in the treeless lands, Hester plants as trees are gazed. Self and other are the petty concerns of selfish and narrow minds, while the whole earth is a family for benevolent and broad minds. As the deer is dear to me, so are you too. Interrupting the jackal, the deer said, this debate is unnecessary. Let's all lead together with faith, friendship, and affection, because none is none's either for friend or foe. It's only behavior that makes us foe. As you wish, said the crow, and the following day, early in the morning, all of them left for the place they wandered to. ഓക്കെ, താക്കി ഈ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ്, നമ്മൾ ഒരിക്കലും അപരിചിതരെ നമ്മുടെ അടുത്തേക്ക് അടുപ്പിച്ച് നിർത്താൻ പാടില്ല, അതിനൊരു ഗ്യാപ്പ് നമ്മൾ ഇട്ടിരിക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ട കുറുക്കനെ ദേഷ്യം പിടിച്ചു. കുറുക്കൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ ജീവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം തോന്നുന്നത്. ഇവിടെ നോക്കിയാൽ പണ്ഡിതനില്ലാത്തടുത്ത് പ്രസംഗിക്കുന്നത് പോലെയാണ് നിങ്ങളെ എനിക്ക് തോന്നുന്നത്. മരങ്ങളില്ലാത്ത ദേശത്തെ പോലെ, അല്ലെങ്കിൽ വൃക്ഷങ്ങളെ പോലെ, അല്ലെങ്കിൽ ജാതി സസ്യങ്ങളെ പോലെ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്നുമല്ലാത്ത വിവരക്കേട് ഇങ്ങനെ വിളിച്ച് പറയാൻ നിൽക്കരുത്. ഈ ലോകത്ത് ദയയും വിശാല മനസ്സുമുള്ള ഒരു കുടുംബമാണ് ഞാനും. അതുകൊണ്ട് തന്നെ എനിക്കും മാനിനെ ഇഷ്ടമുള്ളതുപോലെ തന്നെയാണ് നിങ്ങളെയും, അതായത് കാക്കയെയും എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട മാൻ ഇവർ തമ്മിൽ അടിയാകും എന്ന് മനസ്സിലാക്കിയിട്ട് മാനു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊന്നും ഒച്ച ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നിങ്ങൾ അനാവശ്യമായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാവരെയും വിശ്വാസത്തോടെയും സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ. കാരണം ആരുടെയും മിത്രമോ ശത്രുവോ ആയിട്ടൊന്നുമല്ല ജനിക്കുന്നത്. നമ്മുടെ പെരുമാറ്റമാണ് നമ്മളെ അങ്ങനെയൊക്കെ ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയുകയാണ്. ആരാ പറയുന്നത്? മാന്. ഓക്കെ. Fifth section. Once in private, the jackal said to the deer, dear friend, in this forest there is a lush and fertile field of grains. I will lead you there and show the same. This way the deer started visiting the field every day to gaze on the grains. One day it happened that the owner of the field saw the deer gazing in his field and set a trap to catch the deer. Subsequently the deer got caught in a trap and thought, who else but my friend? The jackal can save me from this deadly trap of time. In between the jackal appeared and started thinking, so far my cunning has worked out well to fulfill my desire, and once the deer betted there will be plenty of meat and blood-dipped bones for my feast, as I wish. Seeing the jackal, the deer got cheerful and said enthusiastically, friend, quickly save my bones and save my soul. As fast friend, true valiant, strong character, loving wife and caring king, all the tested in times of crisis. അങ്ങനെ ഒരിക്കൽ ചെന്നായി നമ്മുടെ മാനിനോട് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നമുക്ക് ഈ കാട്ടിൽ ധാന്യങ്ങളൊക്കെ സമൃദ്ധമായിട്ട് വളരുന്ന സ്ഥലമുണ്ട്, ഞാൻ അവിടെ നിന്നെ കൊണ്ടുപോകാം എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും ധാന്യങ്ങൾ മേയാൻ വേണ്ടിയിട്ട് വയലിൽ സന്ദർശിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ വയലിൻ്റെ ഉടമ ഇവരെ കണ്ടു, ഈ മാനിനെ കണ്ടു. അതിനെ പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, ഒരു കെണി അവിടെ വെച്ചു. തുടർന്ന് മാൻ ആ കെണിയിൽ കുടുങ്ങി. പക്ഷേ മാനിന് സന്തോഷമായിരുന്നു, കാരണം തൻ്റെ സുഹൃത്ത് തൻ്റെ കൂടെ ഉണ്ടല്ലോ, തന്നെ രക്ഷിക്കുമല്ലോ എന്ന സന്തോഷം. പക്ഷേ കുറുക്കൻ എങ്ങനെയായിരുന്നു, കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാനിനെ എങ്ങനെ ഭക്ഷിക്കാം എന്ന ഒരു ചിന്തയിലായിപ്പോയി കുറുക്കൻ. അങ്ങനെ കുറുക്കന് വളരെ സന്തോഷമായി, കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ നല്ല മാംസലമായിട്ടുള്ള ഈ ഒരു മൃഗത്തെ എനിക്ക് തിന്നാൻ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറുക്കൻ എന്താക്കി മാൻ്റെ അടുത്തേക്ക് ചെന്നു. തൻ്റെ ഉള്ളിലെ കൗശലങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ കുറുക്കൻ മാൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മാൻ പറഞ്ഞാൽ, എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങളിവിടെ എത്തിയല്ലോ, ഒരാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യസ്ഥരാണല്ലോ, നീ എന്നെ സഹായിക്കുമല്ലോ, എൻ്റെ കാലിലുള്ള ഈ ഒരു ട്രാപ്പ് ഒന്ന് മെല്ലെ നീ ഊരി തരാമോ, എന്നിട്ട് നമുക്ക് രക്ഷപ്പെടാമല്ലോ ഇവിടെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കുറുക്കൻ പറഞ്ഞു, ഇത് എനിക്ക് ഇന്ന് എന്തായാലും ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ പല്ലുകൾക്ക് ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് എൻ്റെ പല്ലുകൾക്ക് ശക്തിക്കുറവുള്ള ദിവസമാണ്, നാളെ രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നിന്നെ രക്ഷപ്പെടുത്താൻ, അതുവരെ നീ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ എന്താക്കി ആ സ്ഥലത്ത് നിന്നും അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് അവിടെ ഒളിച്ചിരുന്നു. The last and sixth section. On the other hand, the crow, not finding the deer at home, got worried and started looking for him here and there, and finally found him in the snare. Shocked at his plight, the crow asked, dear friend, what is this? The deer replied, the consequence of ignoring my friend's advice. As is said, those who ignore the words of their will, wishing friends, do invite catastrophe and please their foes evil intents. The crow inquired, where is that deceiver? Greedy for my meat, would be sitting somewhere nearby only, replied the deer. The crow said, I had already warned you that, since I had harmed him, so he will not harm me. It is not applicable to scoundrels' way, because without thinking of virtue and vice, then they always make gentlemen their prey. Moreover, standing at the gate of death, none does smell, hear, and see. Extinguish the lamp, friend's words, and the star of Arundhati. A friend spoiled work behind the speaking sweetly in your face.
is like a poison pot with the milk smeared mouth, never to embrace. And then, with a grave sigh of sorrow, the crow exclaimed, "Oh, cheat jackal, why did you commit such a sinful act? It is well known that those who hope, trust, beg for money, and are subjugated to honey words and deceitful behavior, such people are not difficult to be cheated and ensnared by the crooked ones anywhere. O Mother Earth, how do you nurture and care those deceitful things? Who desires the benevolent, trusting, and simple-hearted beings? Friendship with a wicked one must refrain, for hot embrace scratch and cold embrace strain. For he speaks sweetly is no reason to trust a wicked one. It is only his tongue that is sweet, his heart is full of poison. Then in the morning, the crow saw the owner of the field approaching with a stick in his hand. Seeing him, the crow said, "Friend dear, lie here with an inflated belly and stiffened legs as if you are dead. The moment I utter a sound, jump up quickly, leave the ground and run ever." Soon the owner of the field saw the deer and with eyes wide apart with joy and said, "Oh, it died itself." And with these words, he opened the nose of the deer and started collecting the net. The deer did the same as was suggested by the crow. Hearing the sound of the crow behind him, the deer swiftly rose and filled away. Witnessing this, the owner of the field threw his stick in such a way that it killed the jackal with a thud, and the deer got a narrow save. ലാസ്റ്റ് ആൻഡ് സിക്സ്ത് സെക്ഷൻ. മറുവശത്താണെങ്കിൽ ആ വീട്ടിൽ മാനിനെ കാണാനായിട്ട് കാക്ക വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഇവൻ എവിടെയാണ് പോയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കാക്ക എന്താണ് എല്ലായിടത്തും തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ ആരെ കണ്ടു കാക്ക? എൻ്റെ പ്രിയ സുഹൃത്തെ, നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചിട്ട് മാനിൻ്റെ അടുത്തേക്ക് കാക്ക ഓടി ചെന്നു. അപ്പോൾ മാന് പറഞ്ഞു, നിൻ്റെ ഉപദേശം ഞാൻ കേൾക്കാതെ പോയത്, അല്ലെങ്കിൽ അത് അവഗണിച്ചതിൻ്റെ അനന്തരഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കാക്ക ചോദിച്ചു, എവിടെ നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന ആ ഒരു വഞ്ചകൻ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മാംസത്തിന് അത്യാഗ്രഹിയായിട്ട്, എൻ്റെ മാംസം കിട്ടാൻ വേണ്ടിയിട്ട് അത്യാഗ്രഹം മൂത്തിട്ട് അവൻ ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. കേട്ട് കാക്ക പറയുകയാണ്, ഞാൻ നിന്നോട് അപ്പോഴേ മുന്നറിയിപ്പ് നൽകിയതല്ലായിരുന്നോ? പക്ഷേ അവനെ ഞാൻ ഉപദ്രവിക്കാത്തതുകൊണ്ട് അവൻ എന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ അവന് എന്താണ് നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കാരണം? നീ ഒരു മാംസലമായിട്ടുള്ളൊരു മൃഗമാണ്. അപ്പോൾ നിന്നെ അവൻ എന്താണ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് അവന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹാരമായിട്ട് മാത്രമേ നിന്നെ കാണുന്നുള്ളൂ, അല്ലാണ്ട് അതിൽ അപ്പുറമായിട്ട് ഒരു സുഹൃത്ത് ബന്ധമൊന്നും അവനിതിൽ കാണുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ കാക്ക കുറേ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് കാക്ക പറയുകയാണ്, നീ എന്തിനാണ് ആ കുറുക്കനെ വിശ്വസിച്ചത്? അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ ഒരാളെയും പ്രതീക്ഷിക്കുന്നവരും നമ്മൾ വിശ്വസിക്കുന്നവരും പണത്തിനായിട്ട് യാചിക്കുന്നവരും അല്ലെങ്കിൽ മധുരതരമായിട്ടുള്ള വേർഡ്സുകൾ പറയുന്നവരെയൊന്നും നമ്മൾ എന്ത് ചെയ്യുക, ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം അത്തരം ആളുകൾ നമ്മളെ വഞ്ചിക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും. അവർ നമ്മളെ വഞ്ചിച്ച് അവരുടെ കിണയിൽ നമ്മൾ വീഴ്ത്തും. എന്തിനാണ് ഈ ഭൂമിയിൽ ഇത്രയുമുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം വെക്കുന്നത്? നമ്മളെപ്പോലെ അല്ലെങ്കിൽ എല്ലാത്തിനെയും നല്ല രീതിയിൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ മാത്രം പോരെ, എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഭൂമിയിൽ എന്ന് ചിന്തിച്ചിട്ട് പറയുകയാണ്, അവനെ എത്രയും വേഗം ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കണം. അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നവനല്ല. അവൻ്റെ വാക്കുകൾ മാത്രമേ ഉള്ളൂ മധുരതരമായിട്ട്. അവൻ്റെ ഹൃദയം വിഷം നിറഞ്ഞത് മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ചെന്നായിയെ ഇനി ഒരിക്കലും വിശ്വസിക്കരുത് എന്നിങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാക്ക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വയലിൻ്റെ ഉടമസ്ഥൻ അവിടെ എത്തുകയും അയാൾ നോക്കുമ്പോൾ തൻ്റെ കെണിയിലേക്ക് ഒരു മാൻ വീണ് കിടക്കുന്ന അയാൾ കാണുന്നു. ഇത് കണ്ട് കാക്ക മാനിനോട് പറഞ്ഞു, അതാ മനുഷ്യൻ എത്തിയിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, ചത്തതുപോലെ കിടക്കുക. അപ്പോൾ നിന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു നീ ചത്തു പോയതാണ്, അല്ലെങ്കിൽ മരിച്ചു പോയതാണ് എന്ന് തോന്നുമ്പോൾ അവൻ നിന്നെ കാലിലെ ട്രാപ്പ് മെല്ലെ ഊരുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു ശബ്ദം പുറപ്പെടുവിക്കും, ആ ശബ്ദം കേൾക്കുന്ന പാടെ നീ ഇവിടെ നിന്നും ഇറങ്ങി ഓടിക്കൊള്ളണം എന്ന് കാക്ക മാനിനോട് പറയുകയാണ്. താമസിയാതെ ആ വയലിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്തു, മാനിൻ്റെ അടുത്തേക്ക് എത്തി. സന്തോഷം, എനിക്ക് എന്തായത് നല്ലൊരു മാനിനെ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ വയലിലെ ഉടമസ്ഥൻ എന്ത് ചെയ്തു, ആ മാനിനെ കാലിലെ കുരുക്ക് അഴിച്ചു തുടങ്ങിയ പാടെ മാന് വേഗം ആ ഒരു കാക്കയുടെ ശബ്ദം കേട്ട പാടെ എത്രയും വേഗത്തിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇത് കണ്ട വയലിൻ്റെ ഉടമസ്ഥന് ഒരു ദേഷ്യം പിടിച്ചു. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ചിട്ട് ആ ഒരു മാനിനെ എറിഞ്ഞു വീഴ്ത്താൻ ശ്രമിച്ചു. അപ്പോൾ ആ ഒരു ഏറ് കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുറുക്കനായിരുന്നു. കുറുക്കൻ അങ്ങനെ അവിടെ ആ ഒരു ഏറ് കൊണ്ടിട്ട് കുറുക്കൻ അവിടെ വീഴുകയാണ്. അതായത് ആ ഏറ് കൊണ്ട് കുറുക്കൻ അവിടെ മരിച്ചു വീഴുകയാണ്. ഇതോടുകൂടി ആ കഥ അവിടെ കഴിയുകയാണ്. അതിൽ മാന് രക്ഷപ്പെടുകയും മാനും കാക്കയും രക്ഷപ്പെടുകയും എല്ലാവരെയും ഉപദ്രവിച്ച നമ്മുടെ കുറുക്കൻ എന്ത് ചെയ്തു, കുറുക്കൻ അവിടെ മരിച്ചു പോവുകയും അല്ലെങ്കിൽ ജീവന് നഷ്ടപ്പെടുകയും ചെയ്തു. ഇതാണ് കഥ. ഇതിലെന്താ പറയുന്നത്, നമ്മളോട് ഒരിക്കലും നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. അവരുടെ എന്ത് നല്ല വാക്കുകൾ കേട്ടാലും നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും അവരെ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന ഒരു മെസ്സേജാണ് നമുക്കിതിൽ നൽകുന്നത്.